പറയുമ്പോൾ ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങൾ. രാഹുൽ ഗാന്ധി പറയുമ്പോൾ അത് തിരിച്ചു കിട്ടുമെന്ന് നല്ലോണം കണക്കാക്കിക്കൊള്ളണം. അങ്ങനെ തിരിച്ചു കിട്ടാതിരിക്കത്തക്ക ഒരു വ്യക്തിത്വമൊന്നുമല്ല രാഹുൽ ഗാന്ധിയുടെ. രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ ഇങ്ങനെ വിമർശിക്കുന്നത് അത് മോദിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് എന്നാണ് നേതാവടക്കം പറയുന്നത്. അതൊരു നിങ്ങൾ തമ്മിലുള്ള ഒരു ധാരണയുടെ പുറത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേരളത്തിൽ പറയുന്നു. അത് നിങ്ങളെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണല്ലോ. ഇപ്പോൾ പ്രധാനമന്ത്രി ഒരിടത്ത് പറഞ്ഞതായിട്ട് നമ്മുടെ കേരളത്തിലെ പ്രധാന പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ലോ. ഞാൻ വിമർശിക്കുന്നതിനേക്കാളും കേരളത്തിലെ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നു എന്ന് പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്തല്ലോ. എന്താ കാര്യം? രാഹുൽ ഗാന്ധി വിമർശിക്കപ്പെടുന്നത് എന്തിനാ? പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിമർശിക്കേണ്ടി വരാത്തത് എന്തിനാ? ഇത് രണ്ടും നമ്മൾ കാണണം. ഞാൻ വളരെ വിശദമായിട്ട് ഞാൻ പോവുകയില്ല, എങ്കിലും ഈ ചോദ്യം വന്നതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണമല്ലോ, അതുകൊണ്ട് മാത്രം പറയുകയാണ്. ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നു. പൗരത്വ നിയമ ഭേദഗതി എന്നത് ഈ രാജ്യത്തെ RSSന്റെ അജണ്ടയാണെന്ന് അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? RSSന് മതനിരപേക്ഷത തകർക്കണം. അതിന് ഏറ്റവും പ്രധാന വഴി പൗരത്വം മതാടിസ്ഥാനത്തിലാക്കലാണ്. ആ RSS അജണ്ടയെ എതിർക്കാതിരിക്കുന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നു. ഇപ്പോഴല്ല, 4 വർഷം മുൻപ് 2019 രണ്ടാമത്തെ ഗവൺമെൻറ് BJP വന്നപ്പോൾ ആദ്യമേ തന്നെ ഈ ഭേദഗതിയാണല്ലോ കൊണ്ടുവന്നത്. അപ്പം തന്നെ അതിനെ എതിർക്കുന്നില്ല. അത് നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രി എന്ന നിലക്ക് നല്ല കുളിർമ നൽകുന്നൊരു കാര്യമല്ലേ? കോൺഗ്രസിനെ പോലൊരു പാർട്ടി ഇതിനെ എതിർക്കാതിരിക്കുന്നു എന്നത് ചെറിയ കുളിർമയാണോ മനസ്സിന് BJPക്ക് നൽകുക? ആ ഘട്ടത്തിൽ വലിയ പ്രക്ഷോഭം രാജ്യത്താകെ നടക്കുന്നു. ഡൽഹിയിലും മറ്റും കനത്ത പ്രക്ഷോഭം. ആ പ്രക്ഷോഭത്തിൽ എവിടെയും കോൺഗ്രസിനെ കാണാനില്ല. വീണ്ടും BJPക്ക് സന്തോഷമല്ലേ ഉണ്ടാക്കുന്നത്?